മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടക്കുന്നത് പോരിഞ്ഞടി തന്നെയാണ്. റെന ഫാത്തിമ വെറുതെ ചൊറിഞ്ഞുകൊണ്ട് നമ്മുടെ അനുമോളുടെ അടുത്തായിട്ട് വരികയാണ്. ഞാനിവിടെ ഇരിക്കും, അപ്പോൾ കിച്ചൺ ടീമിൻ്റെ ജോലി തടസ്സപ്പെടുത്തും, നിങ്ങൾക്ക് ഫുഡ് കറക്റ്റ് സമയത്തിന് കിട്ടില്ല എന്നതിന് പരാതി പറയാൻ പാടില്ല എന്ന് നമ്മുടെ ശരത്തും അതേപോലെ തന്നെ അനുമോളൊക്കെ പറയുന്നുണ്ട്. ഞാനിവിടെ ഇരിക്കും, ഞാൻ സംസാരിക്കും, നിനക്കെന്താ ചപ്പാത്തി കളിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് റെന ഫാത്തിമ എടുത്തിടുകയാണ്. നീ ഒരു ചപ്പാത്തി കളിയാണ്, ആണുങ്ങളെ മൊണ്ണ എന്ന് വിളിക്കുന്ന ആളാണ് അനുമോൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ശരത്ത് പക്ഷേ ഇതിനകത്ത് കറക്റ്റ് ഒരു ക്യാപ്റ്റനായി തന്നെ ഇടപെടുന്നുണ്ട് അനുമോൾക്ക് വേണ്ടിയിട്ട്. ശരത്തിനോട് പറയുന്നുണ്ട്, ശരത്തേട്ടാ പറ, ഇവളോട് ഇവിടുന്ന് മാറിപ്പോകാൻ പറയും, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, എനിക്കിവിടെ പണിയെടുക്കാൻ പറ്റുന്നില്ല, ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്താ പണിയെടുക്കാൻ പറ്റാത്തത്, പണിയെടുക്ക്, ചപ്പാത്തിക്കളി പണിയെടുക്കുക എന്ന് പറയുന്നുണ്ട്. ഇവൾ രാവിലെ തുടങ്ങിയതാണ്. രാവിലെ ഇവൾ 2 ചപ്പാത്തി എന്നോട് ചോദിച്ചുകൊണ്ട് വന്നു. ഞാൻ 2 ചപ്പാത്തി ഇവൾക്ക് കൊടുത്തു. പിന്നെ ഇവൾ എന്നോട് 1 ചപ്പാത്തി ചോദിച്ചു വന്നു. ബാക്കി എല്ലാവർക്കും 2 ചപ്പാത്തി കൊടുത്തിട്ടല്ലേ ഇവൾക്ക് 1 കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും കൊടുത്തിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തുടങ്ങിയതാണ് ഇവളുടെ പ്രശ്നം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരെണ്ണം കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ ഇവൾ പറഞ്ഞു ഇവൾക്ക് ചപ്പാത്തി വേണ്ട എന്ന്. അപ്പോൾ അവൾക്ക് എന്താ വിശപ്പ് വേഗം മാറിപ്പോയോ? ഇവൾ രാവിലെ തന്നെ എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് വെറുതെ ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരികയാണ്. അങ്ങനെ ശരത്ത് പറഞ്ഞു, മോളെ നീ ഇവിടുന്ന് പോയിക്കോ, ഇപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ട, നീ അങ്ങോട്ട് മാറി ഇരുന്ന് സംസാരിക്കും, ഇത് കിച്ചൺ ടീമിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാം, എന്നിട്ട് നീ എന്നോട് സംസാരിച്ചോ, നിനക്ക് കണ്ടൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറി വരാം, അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം, അപ്പം നിനക്ക് കണ്ടൻറ്റ് കിട്ടും. ആ കണ്ടൻറ്റ് കിട്ടും. അനുമോൾക്ക് അഹങ്കാരമാണ്, എന്തിൻ്റെയൊക്കെ അഹങ്കാരമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാനതൊന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ റെന ഫാത്തിമ. എന്താണെങ്കിലും ശരത്ത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അക്ബറും ഇതിൻ്റെ പ്രധാന കണ്ണിയാണ്. അക്ബറാണ് ഈ പ്രശ്നം തുടങ്ങി വെച്ചത് തന്നെ. വെറുതെ കിച്ചൺ ടീമിൽ കയറി അനാവശ്യമായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കാമെന്ന് അവർ ഇന്നലെ തൊട്ടേ പ്ലാൻ ചെയ്തതാണ്.